മനുഷ്യന്റെ ഉള്ളിൽ ഭയമെന്ന വികാരം ഒരിക്കൽ വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളും അവനെ കൂടുതൽ ഭയപ്പെടുത്തി വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഭയം ബുദ്ധിയെയും ധൈര്യത്തെയും ഒരേപോലെ തളർത്തിക്കളയും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സൈനികരും ഈ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാനുള്ള ധൈര്യമില്ലാതെ ആകാശത്ത് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ. ലോകത്തിന്റെ യജമാനന്മാരെന്ന് സ്വയം കരുതിയിരുന്നവർ ഇന്ന് സുരക്ഷിതത്വം തേടി ഭൂഗർഭ അറകളിൽ ഒളിച്ചിരിക്കുകയാണ്. ആ ഭയത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നാം ഇന്ന് മാറ്റത്തെ നോക്കിക്കാണാൻ. ഒരു കാലത്ത് ആകാശവും ഭൂമിയും തങ്ങളുടെ കാൽക്കീഴിലാണെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. ലോകത്തിന്റെ ഏത് കോണിലും മിനിറ്റുകൾക്കുള്ളിൽ മരണം വിതയ്ക്കാൻ ശേഷിയുള്ള അമേരിക്കൻ സൈന്യം. എന്നാൽ ഇന്ന് കാലം മാറി. ആകാശത്ത് ഗർജിക്കുന്ന F-35 വിമാനങ്ങളല്ല, മറിച്ച് ഒരു കൊതുകിന്റെ വേഗതയിൽ പറന്നെത്തുന്ന വെറും $500 വിലയുള്ള കുഞ്ഞൻ ഡ്രോണുകളാണ് ഇന്ന് യുദ്ധഭൂമിയിലെ വിധി നിർണ്ണയിക്കുന്നത്. 2026 മെയ് മാസത്തിൽ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകൾ ലോകത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ അന്ത്യം ആരംഭിച്ചിരിക്കുന്നു. ടെക്സാസിലെ ഫോർട്ട് ഫുഡ് സൈനിക താവളം, അവിടെ ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ സിൽവർ ലൈറ്റിംഗ് എന്ന വിചിത്രമായ ഒരു പരീക്ഷണമാണ്. അത്യാധുനിക ആശുപത്രികൾക്ക് പകരം ഉപേക്ഷിക്കപ്പെട്ട ആണവ തുരങ്കങ്ങളെ അമേരിക്കൻ സൈന്യം ആശ്രയിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ഡ്രോണുകളുടെ ഇലക്ട്രോണിക് കണ്ണുകൾക്ക് ഭൂമിക്കടിയിലെ ഈ ഇരുട്ടറകളിലേക്ക് നോക്കാൻ കഴിയില്ല. ഇലക്ട്രോണിക് സിഗ്നലുകൾ ട്രാക്ക് ചെയ്യപ്പെടുമെന്ന ഭയത്താൽ സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ച് പഴയകാല ഫീൽഡ് ടെലിഫോണുകളിലേക്കും ഇന്ധനവും ശബ്ദവും പുറപ്പെടുവിക്കുന്ന വാഹനങ്ങൾക്ക് പകരം സൈക്കിളുകളിലേക്കും അമേരിക്കൻ സൈന്യം മടങ്ങിയിരിക്കുന്നു. ആധുനികതയുടെ നെറുകയിൽ നിന്നുള്ള ഈ മടക്കം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭയമാണ് വിളിച്ചോതുന്നത്. ആധുനിക യുദ്ധഭൂമിയിൽ അമേരിക്കൻ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ തന്നെ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. മുറിവേറ്റ സൈനികരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്റേ, CT സ്കാൻ മെഷീനുകൾ പുറത്തുവിടുന്ന ശക്തമായ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ ശത്രുക്കളുടെ ഇലക്ട്രോണിക് കണ്ണുകൾക്ക് ഒരു വഴികാട്ടിയായി മാറുന്നു. യുദ്ധഭൂമിയിലെ ഓരോ സ്കാനിംഗ് മെഷീനുകളും തങ്ങളുടെ സ്ഥാനം വിളിച്ചോറുന്ന ഒരു സിഗ്നൽ ടവർ പോലെ പ്രവർത്തിക്കുന്നു എന്നത് അമേരിക്കൻ മെഡിക്കൽ യൂണിറ്റുകളെ കനത്ത പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത്. ശത്രുക്കളുടെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ഈ സിഗ്നലുകൾ ട്രാക്ക് ചെയ്ത് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. ഇത് ഒഴിവാക്കാൻ സൈന്യം ഇന്ന് പഴയ കാലത്തെ കാലഹരണപ്പെട്ട ഉപകരണങ്ങളിലേക്ക് മടങ്ങുകയാണ്. വിവര സാങ്കേതിക വിദ്യയിലെ ഈ തിരിച്ചടി ആധുനിക ആയുധങ്ങളെക്കാൾ പ്രായോഗികമായ അതിജീവന തന്ത്രങ്ങൾക്കാണ് വരുംകാല യുദ്ധങ്ങളിൽ മുൻഗണനയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് അമേരിക്കൻ സൈനിക ക്യാമ്പുകളിൽ കേൾക്കുന്ന നിലവിളികൾ കൃത്രിമമായ ശബ്ദങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ്. മുറിവേറ്റ സൈനികർക്ക് ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന നിർണായക സമയത്തിനുള്ളിൽ ചികിത്സ നൽകുക എന്നത് അസാധ്യമായിരിക്കുന്നു. മുൻപ് അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ആകാശത്ത് സുരക്ഷിതമായി പറന്നിരുന്നുവെങ്കിൽ ഇന്ന് ആകാശത്ത് ശത്രുവിന്റെ ഡ്രോണുകൾ കാവൽ നിൽക്കുകയാണ്. പരിക്കേറ്റവരെ മാറ്റാൻ ഹെലികോപ്റ്ററുകൾ വരുന്നത് മരണ വാറന്റ് പോലെയാണ്. അതുകൊണ്ടാണ് അവർ ഇരുട്ടറകളിൽ ചുവന്ന വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്താൻ പഠിക്കുന്നത്. 555 ഫോർവേഡ് റെസിസ്റ്റേറ്റീവ് സർജിക്കൽ ടീമിന്റെ മുദ്രാവാക്യം മരണത്തെ പറ്റിക്കുക എന്നാണെങ്കിലും ഈ അത്യാധുനിക യുദ്ധമുഖത്ത് മരണം ഒരു സ്വിച്ച് അകലെ ഡ്രോണുകളുടെ രൂപത്തിൽ കാത്തിരിക്കുകയാണ്. വർഷങ്ങളായി അമേരിക്കൻ പ്രതിരോധ ബജറ്റ് കുതിച്ചുയരുകയായിരുന്നു. ബില്യൺ കണക്കിന് ഡോളറുകൾ വിമാനങ്ങൾക്കും ടാങ്കുകൾക്കും വേണ്ടി അവർ ഒഴുക്കി. എന്നാൽ ഒരു പരിക്കേറ്റ സൈനികനെ സുരക്ഷിതമായി മാറ്റാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഈ മഹാശക്തി മറന്നുപോയി. സൈനിക മെഡിക്കൽ ബജറ്റ് വെറും ഒരു ഫ്ലാറ്റ് ലൈനായി തുടരുമ്പോൾ വമ്പൻ ആയുധ ലോബികൾ ലാഭം കൊയ്യുന്നു. ഇന്ന് യുദ്ധഭൂമിയിൽ പരിക്കേൽക്കുന്ന സൈനികർ നേരിടുന്നത് ആധുനിക ചികിത്സയല്ല, മറിച്ച് തുരങ്കത്തിലെ പരിമിതമായ സൗകര്യങ്ങളാണ്. അമേരിക്കയുടെ ആയുധ പ്രതാപം വെറും കടലാസ് പുലിയാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. യുദ്ധമെന്നത് വെറും കമ്പ്യൂട്ടർ ഗെയിം അല്ലെന്ന് അമേരിക്കൻ സൈന്യം തിരിച്ചറിയുന്നു. ശത്രുവിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത അദൃശ്യമായ സിഗ്നലുകളെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കണ്ട വിനാശകരമായ യുദ്ധങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ സ്വന്തം വാതിലുകളിൽ മുട്ടുകയാണ്. മറ്റുള്ളവരുടെ മണ്ണിൽ യുദ്ധം വിതച്ചവർ ഇന്ന് സ്വന്തം മണ്ണിലെ തുരങ്കങ്ങളിൽ സുരക്ഷ തേടുന്നത് ചരിത്രത്തിന്റെ വലിയൊരു കാവ്യനീതിയാണ്. അമേരിക്കൻ സൈന്യം ഇന്ന് നേരിടുന്നത് വെറും ഒരു സാങ്കേതിക വെല്ലുവിളിയല്ല, മറിച്ച് തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ്. ഡ്രോണുകൾ എന്ന ഈ ചെറിയ യന്ത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ മാളത്തിലേക്ക് മടക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നു. പരിക്കേറ്റ സൈനികന്റെ നിലവിളികളും തുരങ്കങ്ങളിലെ ശ്വാസം മുട്ടുന്ന നിശബ്ദതയും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അതിന്റെ കനലുകൾ അണയ്ക്കാൻ സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം സാധിക്കില്ല. അമേരിക്കൻ പ്രതാപത്തിന്റെ റൺവേകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അവർക്ക് മുന്നിലുള്ളത് ഇരുളടഞ്ഞ തുരങ്കങ്ങൾ മാത്രമാണ്.